നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് സെഷനിലേക്ക് സ്വാഗതം. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഫ്രണ്ട് പേജിൽ ആർട്ടിക്കിൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഹൗസ് ഹോൾഡ്സ് ഡെപ്റ്റ് സർജ് ടു ന്യൂ ഹൈ ബൈ ഡിസംബർ 2023 എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ വ്യൂ പോയിന്റിലായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു റിപ്പോർട്ട് ബേസിക്കലി ഒരു സർവേയുടെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്നതാണ്. മോട്ടിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിരിക്കുന്ന ഒരു സർവേയുടെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. പക്ഷേ ഈ റിപ്പോർട്ടിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ 2023 ആ ഒരു കാലഘട്ടത്തിൽ RBIയുടെ ഇതിന് സമാനമായ ഒരു ഡേറ്റ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ് ഡെപ്റ്റിന്റെ അളവ് വളരുന്നു അല്ലെങ്കിൽ ഉയരുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ ഡേറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റ കുറച്ചുകൂടെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റിൽ അതിന്റെ ആ ഒരു പ്രൊവിഷന് മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്ന തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലെവലിൽ നിൽക്കുന്നു, ന്യൂ ഹൈ ബൈ ഡിസംബർ 2023 എന്നുള്ളതാണ് ഈ ഒരു ഡേറ്റയ്ക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും എക്സാമിന് വ്യൂ പോയിന്റിൽ നമ്മൾ പഠിക്കുമ്പോഴേക്കും എന്താണ് ആദ്യമേ തന്നെ ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് സംഭവം എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കണം. അതിനുശേഷം പ്രസന്റ്ലി ഈ ഒരു ഹൗസ് ഹോൾഡ് ഡെപ്റ്റിന്റെ ഒക്കെ ലെവൽ എത്രത്തോളമാണ് നമ്മൾ നിൽക്കുന്നത്, ടോട്ടൽ GDP ഒക്കെ തന്നെ എത്ര ശതമാനത്തിലേക്കാണ് നിൽക്കുന്നത് കുറച്ച് ഡേറ്റകൾ മനസ്സിലാക്കണം. അതിനുശേഷം ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്, ഷോർട്ട് ടേം ഇമ്പാക്റ്റും അതേപോലെ തന്നെ ലോങ് ടേം ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് എക്സാമിന് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യമേ തന്നെ നമുക്ക് എന്താണ് ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഓൾ ലയബിലിറ്റീസ് ഓഫ് ഹൗസ് ഹോൾഡ്സ് ഇൻക്ലൂഡിംഗ് നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെർവിംഗ് ഹൗസ് ഹോൾഡ്സ് ആകാം ദാറ്റ് റിക്വയർ പേയ്മെന്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ബൈ ഹൗസ് ഹോൾഡ്സ് ടു ദ ക്രെഡിറ്റേഴ്സ് അറ്റ് എ ഫിക്സഡ് ഡേറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് നമ്മളിപ്പം പലവിധ ആവശ്യങ്ങൾക്കായിട്ട് ബാങ്കുകളിൽ നിന്നൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ലോണുകളൊക്കെ എടുക്കാറുണ്ടല്ലോ. ഇപ്പം കൺസ്യൂമർ ഡ്യൂറബിൾസ് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഹൗസ് ലോണുകൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും, ആ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകൾ ഇപ്പം എഡ്യൂക്കേഷൻ, മെഡിസിൻ, അല്ലെങ്കിൽ പറഞ്ഞ വാഹനങ്ങൾ വാങ്ങാനായിട്ട്, ഇങ്ങനെ പല രീതിയിലുള്ള ലോണുകൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യാറുണ്ട്. ഈ പ്രൊക്യൂർ ചെയ്യുന്ന ലോണുകളൊക്കെ തന്നെ ബേസിക്കലി നമ്മുടെ ലയബിലിറ്റീസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ബാധ്യതകളാണ് ബേസിക്കലി. അപ്പോൾ ഈ ലയബിലിറ്റീസ് അടച്ചു തീർക്കാനായിട്ട് അതിന്റെ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിന്റെ രീതിയിലാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട് രീതിയിലാകാം, നമ്മൾ അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള പൈസയാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. ഇനി നോക്കിയാൽ ഈ ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇവിടെ പ്രസന്റ്ലി ഓൾ ടൈം ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ടോട്ടൽ ഇന്ത്യയുടെ GDPയുടെ 40% ഇവിടെ ഹൗസ് ഹോൾഡ് ഡെപ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിലൂടെ സൂചിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ബേസിക്കലി നമ്മുടെ RBI ആണെങ്കിലും ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസത്തിലെ ഡേറ്റയ്ക്ക് സൂചിപ്പിച്ചത്. RBIയുടെ ഡേറ്റ ഞാനത് കാണിച്ചു തരാം. സോ എനിവേ അത് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. സെപ്റ്റംബർ 2023 RBI എസ്റ്റിമേറ്റഡ് ദാറ്റ് ഹൗസ് ഹോൾഡ്സ് നെറ്റ് ഫിനാൻസ് സേവിംഗ്സ് ഡ്രോപ്ഡ് ടു 5.1% GDP ഇൻ 2022-23, 47-year ലോ ആയിട്ടാണ് അന്ന് ബേസിക്കലി RBI പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പം പറയുവാണെങ്കിൽ ടോട്ടൽ 5% GDPയിലേക്കാണ് എത്തി നിൽക്കുന്നത്. സ്റ്റിൽ അത് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. നമ്മൾ ടോട്ടൽ GDPയുടെ ഈ പറഞ്ഞ പോലെ 40%ഓളം എന്തിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഹൗസ് ഹോൾഡ് ഡെപ്റ്റുകൾ തന്നെയാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. സോ ഇങ്ങനെ വർദ്ധിക്കുന്നത് കൊണ്ടിട്ടുള്ള ഒരു ആശങ്കകളും കൃത്യമായിട്ട് നമ്മുടെ എക്കണോമിയിലുണ്ട്. എന്നാൽ അത് ഈ പറഞ്ഞ ഒരു പോസിറ്റീവ് സൈനായിട്ടും കാണുന്നവരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ RBI എന്ന കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഡേറ്റ പബ്ലിഷ് ചെയ്തപ്പോൾ RBI പറഞ്ഞത് ഇത് വലിയൊരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ബേസിക്കലി ഇപ്പോൾ ആളുകളാണെങ്കിലും കൂടുതൽ ലോൺ എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി റിയൽ അസറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. അതിപ്പോൾ വീടുകളുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ വാഹനങ്ങളുടെ രൂപത്തിലാകാം. ഇങ്ങനെയുള്ള റിയൽ അസറ്റുകൾ വാങ്ങാനായിട്ടുള്ള രീതിയിലായിരിക്കും ആളുകൾ ഇപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ ലോണുകൾ എടുക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ലോണുകൾ എടുക്കുന്നത് ഒരു പോസിറ്റീവ് സൈനായിട്ട് കാണണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സൈൻ ഓഫ് ഡിസ്ട്രസ്, അതൊരു പ്രശ്നത്തിന്റെ രീതിയിലല്ല, പകരം ബട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ ദെയർ ഫ്യൂച്ചർ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം പ്രോസ്പെക്ട്സ്. അതായത് വരും മാസങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോണുകൾ കൃത്യമായിട്ട് അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് ആണ് ബേസിക്കലി നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ് RBIയുടെ ഡേറ്റ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് നമ്മൾ നോക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള എഫക്റ്റുകൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റാറ്റസ് ഓഫ് ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് ഇൻ ഇന്ത്യ നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. ഇൻ ടേംസ് ഓഫ് സ്റ്റോക്ക് ഓഫ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് റിമെയിൻഡ് എലവേറ്റഡ് അറ്റ് 37.6% ഓഫ് GDP ഇൻ ഫിനാൻഷ്യൽ 2023 ആസ് അഗെയിൻസ്റ്റ് 36.9% ഇൻ ഫിനാൻഷ്യൽ 2022. അതായത് 2022 ഫിനാൻഷ്യൽ ഇയറിനെ അപേക്ഷിച്ച് ബേസിക്കലി നമ്മൾ നോക്കുമ്പോഴേക്കും ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും നമ്മുടെ രാജ്യത്ത് ആ ഒരു ഫിനാൻഷ്യൽ ഹൗസ് ഹോൾഡ് ഡെപ്റ്റിന്റെ അളവ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റ് ഫിലിംസിന്റെ വ്യൂ പോയിന്റ് ഓർത്തിരിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ബാങ്കിങ് സിസ്റ്റം അക്കൗണ്ട്സ് ഫോർ മോർ ദാൻ 4/5 ഓഫ് ഹൗസ് ഹോൾഡ് ഡെപ്റ്റ്. ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ് ഡെപ്റ്റിന്റെ 4/5 എവിടെ നിന്നുള്ള ലോണുകളാണ്, ബാങ്കിങ് സിസ്റ്റം മുഖാന്തരമാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്, അതിനുശേഷം ദെൻ അതർ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് അക്കൗണ്ട് ഫോർ അപ്രോക്സിമേറ്റ്ലി 10% ഈച്ച്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റത്തിലൂടെ തന്നെയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇവിടുത്തെ ഡെപ്റ്റ് സർവീസ് റേഷ്യോ ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ 2023 മാത്രം ടോട്ടൽ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഹൗസ് ഹോൾഡ്സിന്റെ ആ ഒരു ഇൻകത്തിന്റെ, ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ 12% വരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഡെപ്റ്റ് സർവീസ് റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് ഡിസ്പോസിബിൾ ഇൻകം, അതായത് ഇപ്പൊ നമുക്ക് ഒരു
1,00,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ നമ്മൾ ടാക്സ് പേയ്മെന്റുകളൊക്കെ തന്നെ അടച്ചതിന് ശേഷം നമുക്ക് ചെലവാക്കാനായിട്ട് നമ്മുടെ കൈകളിലുള്ള തുകയാണ് നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ആ ഡിസ്പോസിബിൾ ഇൻകത്തിൽ നിന്നും എത്ര നമുക്ക് ഈ ഡെപ്റ്റ് സർവീസിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഡെപ്റ്റ് സർവീസ് റേഷ്യോ ആയിട്ട് പരാമർശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് എഫക്ട് എന്താണ്? ഇങ്ങനെ ഹൗസ് ഹോൾഡ് ഡെപ്റ്റുകൾ ഉയരുന്നതിന്റെ പോസിറ്റീവ് എഫക്ട് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേമിൽ ബേസിക്കലി അത് എക്കണോമിയെ ഉണർത്താനായിട്ട് നമുക്ക് സഹായിക്കും. കാരണം കൂടുതലായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മുടെ രാജ്യത്ത് വളരാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ അത് പിന്നീട് ഈ പറഞ്ഞ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ടേമിലേക്ക് നോക്കുമ്പോഴേക്കും അതായത് ദീർഘനാളത്തെ ഈ ലോണുകൾ ഇന്ന് കിടക്കുന്നത് നമ്മൾ ഒരു 5-6 വർഷങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8-10 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും തിരിച്ചടയ്ക്കേണ്ടി വരിക. ആ സമയത്ത് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എക്സ്റ്റേണൽ ഷോക്ക് അല്ലെങ്കിൽ മീൻസ് എക്കണോമിക് ഷോക്ക് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ലോണുകളൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ബാങ്കുകൾ നമുക്ക് ഓഫർ ചെയ്യുന്ന റേറ്റുകളൊക്കെ വേരിയബിൾ റേറ്റ് ആയിരിക്കും. ഇന്നത്തെ റേറ്റ് ആയിരിക്കത്തില്ല നാളെ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത മാസം ഉണ്ടാവും. അതായത് ബേസിക്കലി നമ്മുടെ പുറത്തു നിന്നൊക്കെ തന്നെ ലോൺ എടുക്കുന്നതിന്റെ റേറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് കണക്ഷൻസ് ഉണ്ടാവും. സോ പുറം രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ പലിശ നിരക്കുകൾ ഉയർത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ പലിശയ്ക്കകത്തും അതിന്റെ റിഫ്ലക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിൽ ഗ്ലോബൽ ലെവൽ എന്തെങ്കിലും ഒരു എക്കണോമിക് ഷോക്കുകളൊക്കെ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ലോണുകളെ ബാധിക്കുകയും അത് പിന്നീട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ലോങ് ടേമിലേക്ക് അതൊരു പ്രശ്നം സൃഷ്ടിച്ചേക്കാം. പക്ഷേ ഷോർട്ട് ടേമിലേക്ക് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ എക്കണോമിയെ ഉണർത്താനായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി റൈസപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണുന്നത് തന്നെയുണ്ട്. ഓക്കെ, എന്തായാലും ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എസ്പെഷ്യലി ഈ ടേബിളിൽ വന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇന്ന് ശരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെ ഒരു പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിൾ തന്നെയാണ്. സോ രണ്ടാമത്തെ ആർട്ടിക്കിളാണ് റൈറ്റ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എ ഫണ്ടമെന്റൽ റൈറ്റ് സൈ സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതി പുതിയൊരു ഫണ്ടമെന്റൽ റൈറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, റൈറ്റ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അതായത് ഇത് എന്തിനാണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഡേ ടു ഡേ അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ വെച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ഈ ഗ്ലോബൽ ലെവലിൽ തന്നെ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ മൂലം ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ചൂട് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾക്ക്, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് മൂലം അഡ്വേഴ്സ് എഫക്റ്റുകൾ നേരിടുന്ന ജനങ്ങൾക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെന്റ് ഇറ്റ്സ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. സോ അങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഈ ഒരു റൈറ്റ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റിയുടെ കീഴിലും അതേപോലെ തന്നെ റൈറ്റ് ടു ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിന്റെ കീഴിലുമാണ് ഇപ്പോൾ സുപ്രീം കോടതിനെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിലിംസിനൊക്കെ ചോദിക്കാം റൈറ്റ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഏതൊക്കെ രണ്ട് ആർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ഏതൊക്കെ ആർട്ടിക്കിൾസാണ് അതിന്റെ റിഫ്ലക്ഷൻസ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റിയുടെ ആംഗിളിലും റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 കീഴിലുമാണ് കൃത്യമായിട്ടും ഇത് പരാമർശിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ കോടതി എടുത്തു പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്. ജഡ്ജ്മെന്റ് നോട്ടഡ് ദാറ്റ് റൈറ്റ് ടു എ ഹെൽത്തി എൻവയോൺമെന്റ് സേഫ് ഫ്രം ദ ഇൽ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് വാസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം റൈറ്റ് ടു എ ഹെൽത്തി എൻവയോൺമെന്റ് സേഫ് ഫ്രം ഇൽ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് വാസ് എ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്. അപ്പോൾ ആ പോയിന്റ് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡിനെ കുറിച്ചിട്ടും പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് പലതവണ ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് ചോദിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, ഇനിയും ചോദിക്കാൻ പാടില്ലെന്നില്ല. എന്തായാലും ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് ഇസ് എ സ്റ്റേറ്റ് ബേർഡ് ഓഫ് രാജസ്ഥാൻ ആണ്. ഇറ്റ്സ് കൺസിഡർഡ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ബേർഡ് ആണ്. IUCN സ്റ്റാറ്റസ് പ്രകാരം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ നോക്കുക, ഗുജറാത്തും രാജസ്ഥാനാണ്. മോസ്റ്റ്ലി രാജസ്ഥാനിലും ഗുജറാത്തിലാണ് കാണപ്പെടുന്നത്. അതുകൂടാണ്ട് മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു പിക്ചറിൽ കാണുന്ന ബേർഡാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ്. ബേസിക്കലി പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ ഇത് വളരെ രീതിയിൽ ഹണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ ഇറ്റ്സ് മീറ്റിന് വേണ്ടി ഹണ്ട് ചെയ്യപ്പെടുന്ന ഒരു ബേർഡാണ്. ഈ പറഞ്ഞ പോലെ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. രാജസ്ഥാനിലും ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ബാക്കിയുള്ള 3 സംസ്ഥാനങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. ബേസിക്കലി ഇതിന് ത്രെട്ടായിട്ട് മാറപ്പെടുന്ന റിന്യൂവബിൾ എനർജി ഇതിന്റെ ത്രെട്ടാണ്. റിന്യൂവബിൾ എനർജി എങ്ങനെ ത്രെട്ടായിട്ട് മാറുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സോളാർ പാടങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ തന്നെ നല്ല ചൂട് കിട്ടുന്ന കാരണം ആ ഒരു സൺലൈറ്റ് കിട്ടുന്ന കാരണം നമ്മൾ ഒരുപാട് സോളാർ പവർ പ്ലാന്റുകൾ അവിടെ ഉണ്ട്. സോ അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കറണ്ടുകൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഓവർഹെഡ് വയറുകളിൽ ഈ പറഞ്ഞ പോലെ ഇതിന് കാഴ്ചശക്തി കമ്പാരിറ്റീവ്ലി കുറവാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാൻഡ്. അപ്പോൾ അത് ആ ഒരു ഇലക്ട്രിക് വയറുകൾ തട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ഡൈ ചെയ്യുന്ന ഒരു പലവിധ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും നിലവിലും IUCN സ്റ്റാറ്റസിന്റെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന് ഇപ്പോൾ പഠിക്കാനുള്ളത്. അടുത്ത മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ആണ്. ഇന്ത്യ ലൈക്ലി ടു പ്രൊഡ്യൂസ് 6.25% ലെസ് വീറ്റ് ഇൻ 2024.
ഇത് ഒബ്വിയസ്ലി ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള ഒരുപാട് അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളുടെ ഡേറ്റ നമ്മൾ കാണേണ്ടതായിട്ട് വരും. കാരണം അതുപോലെ തന്നെ ചൂട് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ഇല്ല എഫക്റ്റ് ആണ് ഇതിലൂടെയൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. ഇന്നലെ നമ്മൾ ബേസിക്കലി ഒണിയന്റെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പ്രൊഡക്ഷൻ കുറയുന്ന കാരണം ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയും വീറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് 2024 ഈ ഒരു റാബി സീസണിൽ ബേസിക്കലി റാബി ക്രോപ്പാണ് വീറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയത്ത് നമ്മൾ 6.25% കുറവ് പ്രൊഡക്ഷൻ ആയിരിക്കും ചിലപ്പോൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സോ എന്തായാലും ഇവിടെ നിന്നും എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ള വീറ്റിനെ കുറിച്ചിട്ടും ഏറ്റവും കൂടുതൽ അത് എവിടെയാണ് ഗ്രോ ചെയ്യുന്നത്, അതിന് വേണ്ടുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. സോ വീറ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ സീരിയൽ ക്രോപ്പ് ഇൻ ഇന്ത്യ ആൻഡ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീരിയൽ ക്രോപ്പ് ഇൻ ഇന്ത്യ ആഫ്റ്റർ റൈസ്. ഏറ്റവും പ്രധാനപ്പെട്ട സീരിയൽ ക്രോപ്പ് റൈസ് ആണ് ഇന്ത്യയിൽ. അത് കഴിഞ്ഞിട്ട് വീറ്റ് ആണ് വരുന്നത്. റാബി ക്രോപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിച്ച് ഇസ് യൂഷ്വലി സോൺ ഇൻ ദ മന്ത്സ് ഓഫ് ഒക്ടോബർ ടു ഡിസംബർ ആണ്. ഹാർവസ്റ്റ് ഡ്യൂറിങ് ഏപ്രിൽ ജൂൺ. അതായത് ഇപ്പോൾ ഈ വരാൻ പോയി ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ വീറ്റ് ഹാർവസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് 6.25 കുറവ് കുറവ് കാണാൻ സാധ്യത എന്ന് പറയുന്നത്. ഐഡിയൽ ടെമ്പറേച്ചർ ഗ്രോത്തിന് വേണ്ട ഐഡിയൽ ടെമ്പറേച്ചർ ബിറ്റ്വീൻ 23 പ്ലസ് ഓർ മൈനസ് 3% വേണം. ഇപ്പം നമ്മുടെ പലയിടങ്ങളിലും ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോവ് 40-45 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കുറയാനുള്ള വളരെയധികം കാരണമായിട്ട് മാറുന്നത്. റെയിൻഫോൾ വേണം, എന്നാൽ ചെറിയ രീതിയിൽ മതി. 50 to 100 സെന്റിമീറ്റർ റെയിൻഫോൾ മതി. റൈസിന്റെ അത്ര പാഡിയുടെ അത്രയും വേണ്ട. ഓക്കെ. സോയിൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേ, ലോമി ഓർ ലോം ടെക്സ്ചർഡ്, ഗുഡ് സ്ട്രക്ചർ ആൻഡ് മോഡറേറ്റ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള മണ്ണുകളാണ് വീറ്റ് കൾട്ടിവേഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് പറയപ്പെടാറുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വീറ്റ് ഗ്രോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ ആൻഡ് ഗുജറാത്ത്. ആ ഒരു സെൻട്രൽ ഈസ്റ്റേൺ ആ ഒരു സെൻട്രൽ പാർട്ടുകളിലാണ് കൂടുതലായിട്ടും ഈ ഒരു നമ്മുടെ വീറ്റ് ഗ്രോ ചെയ്യുന്നുള്ള ഒരു പോയിന്റും മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി കറണ്ട് അഫയേഴ്സിന്റെ രീതിയിൽ റീസെന്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ വാർത്തയിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് വീറ്റ് ബ്ലാസ്റ്റ് എന്ന് പറയും. വീറ്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീറ്റിനെയൊക്കെ തന്നെ ഇപ്പോൾ ഗോതമ്പിനൊക്കെ തന്നെ അഫക്ട് ചെയ്യുന്ന ഒരു തരം ഫംഗൽ ഡിസീസ് ആണ്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഫംഗൽ ഡിസീസ് ആണ് വീറ്റ് ബ്ലാസ്റ്റ്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. സോ എന്തായാലും ഈ പറഞ്ഞ വീറ്റ് ബ്ലാസ്റ്റ് ഒരു ഫംഗൽ ഡിസീസ് ആണ് ദാറ്റ് മെയിൻലി അഫക്ട് വീറ്റ് പ്രൊഡക്ഷൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻ. ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ റീജിയനിലുള്ള വീറ്റ് പ്രൊഡക്ഷൻ അഫക്ട് ചെയ്യുന്ന ഒരു തരം ഫംഗൽ ഡിസീസ് ആണ് വീറ്റ് ബ്ലാസ്റ്റ് എന്നുള്ള കാര്യം ഓർക്കാം. MOT എന്നുള്ള ഫംഗസ് ആണ് ബേസിക്കലി ഇത് കോസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കണ്ടെത്തിയത് 1985 ബ്രസീലിലാണെന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കാം. ഇത് വീറ്റിനെ മാത്രമല്ല അഫക്ട് ചെയ്യുന്നത്, റൈസിനെയും അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫംഗൽ ഡിസീസ് കൂടിയാണ്. ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഇത് അഫക്ട് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് ഇൻഫെക്റ്റഡ് സീഡുകളിലൂടെയും ക്രോപ്പ് റെസിഡ്യൂസ് സ്പോർട്സിലൂടെയൊക്കെയാണ് ഈ സാധനം ഈ ഒരു ഫംഗൽ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ഡിസീസ് ത്രൈവ് ചെയ്യാനുള്ള ഫേവറബിൾ കണ്ടീഷൻ വാം ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് ബാധിച്ചേക്കാം. അതേപോലെ സ്റ്റെംസ് ആൻഡ് ലീവ്സ് ഡിസ്കളേർഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഡാർക്ക് ഗ്രേ സ്പോറുകൾ ഈ പറഞ്ഞ പോലെ ആ വിളകളിൽ കാണാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ഷ്രിവൽ ആൻഡ് ഡീഫോം ദ ഗ്രെയിൻ ഇൻ ലെസ് ദാൻ എ വീക്ക് ഫ്രം ദ ഫസ്റ്റ് സിംറ്റം. ആദ്യം സിംറ്റം കണ്ടു തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ആ ഒരു ഗ്രെയിൻ ഈ പറഞ്ഞ പോലെ ആ ഗോതമ്പ് മണി ആ ഗ്രെയിൻ ഈ പറഞ്ഞ പോലെ നശിപ്പിച്ച് കളയാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ഫംഗൽ ഡിസീസിനുണ്ട്. അപ്പോൾ വീറ്റ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫംഗൽ ഡിസീസ് ആണ്. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയനിൽ അത് കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഓർക്കാം. ഗോതമ്പിനെ വീറ്റിനെ മാത്രമല്ല റൈസിനെയും അഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫേവറബിൾ കണ്ടീഷനിന് ഈ ഒരു ഫംഗൽ ഡിസീസ് ത്രൈവ് ചെയ്യാനുള്ള ഫേവറബിൾ കണ്ടീഷൻ വാം ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാച്ചേക്കാം. ഇത്രയും പോയിന്റ് ആണ് നമുക്ക് ഇന്നത്തെ ഡീനക്കകത്ത് പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.